ഈ ചിത്രത്തിന്റെ വിജയം ഇപ്പോൾ ദൈവത്തിന് കമ്മീഷൻ കൊടുത്തൊന്നും ഉള്ള പ്രൊമോഷൻ ഇല്ല. അതൊന്നുമില്ല. ദൈവം വിചാരിച്ചാലൊന്നും ഒരു പടം ഓടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പടം നല്ല ഏതെങ്കിലും ഒരു മോശം പടം ചെയ്തിട്ട് ദൈവം ഹിറ്റാക്കൊന്നുകൊണ്ടിരുന്നിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. അതിലും ദൈവത്തിന് നമ്മളെങ്ങനെ പിടിച്ചിടുന്നത്? നല്ല സിനിമ ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഓക്കെ. നമ്മൾ എന്തെങ്കിലും തട്ടിക്കൂട്ടി വെച്ചിട്ട് ദൈവം വിജയിപ്പിക്കുന്ന ദൈവത്തിനൊരു പണിയില്ലേ? ദൈവം വെറുതെ മറ്റേ പടം ഹിറ്റാക്കാൻ നടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയില്ല. നല്ല സിനിമ എനിക്ക് എല്ലാ സിനിമയും അല്ലെങ്കിൽ ഇത് സൂപ്പർ ഹിറ്റ് ആവും എന്നല്ല ഞാൻ പറയുന്നത്. തിയേറ്ററിൽ വന്ന ആൾക്കാർ കാണണം, എന്നിട്ട് അഭിപ്രായം പറയണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നല്ലതാവാം ചീത്തയാവാം, അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. നമ്മളിത് മോശമാണെങ്കിലും നിങ്ങൾ കണ്ട് വിജയിപ്പിക്കുമെന്ന് ഒരിക്കലും പറയില്ല. അറ്റ്ലീസ്റ്റ് ഗിവ് ഇറ്റ് എ ചാൻസ്. തിയേറ്ററിൽ വന്ന് കാണൂ. കാരണം ഇപ്പോൾ OTT എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ആ OTTയിൽ വരുമ്പോൾ കാണാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എല്ലാവർക്കും ഉണ്ടല്ലോ. അതിനെ നമ്മൾ കുറ്റം പറയല്ല. പക്ഷെ സ്റ്റിൽ മൂവി റിലീസാകുമ്പോൾ തിയേറ്ററിൽ വന്ന് കാണൂ, ഒരു ചാൻസ് കൊടുക്കൂ എന്നുള്ളൊരു കാര്യം മാത്രമേ പറയൂ. അനോമിയുടെ വിജയത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പ്രതീക്ഷ? ഏതൊരു മൂവിയും പോലെ തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടണം, അവർ സ്വീകരിക്കണം, നല്ല തിയേറ്ററിൽ പോയിട്ട് തന്നെ ആൾക്കാർ കാണണം എന്നൊക്കെയുള്ള പ്രതീക്ഷകളാണ്. ബേസിക്കലി നമ്മളൊരു നല്ല ക്വാളിറ്റിയുള്ള ഫിലിമാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ പടത്തിൽ സൂപ്പർ സ്റ്റാർസ് ഒന്നുമില്ല. ഇപ്പോൾ റഹ്മാൻ സാർ, ഞാൻ, പിന്നെ ഷെബിൻ ബെൻസൺ, പിന്നെ വിഷ്ണു അഗസ്ത്യ, അർജുൻ ലാൽ, വിനു പപ്പു, അങ്ങനെയൊക്കെയുള്ള ആക്ടേഴ്സാണ് ഉള്ളത്. അങ്ങനെ ഓഡിയൻസിനെ മറ്റേ പുള്ളിയുടെ അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അങ്ങനെ ഒരു ബിഗ് നെയിം സൂപ്പർ സ്റ്റാർസ് ഒന്നും നമ്മുടെ പടത്തിലില്ല. പക്ഷേ ഇതൊരു ക്വാളിറ്റിയുള്ള നല്ല സിനിമയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇത് തിയേറ്ററിൽ വന്ന് കാണണം എന്നുള്ളൊരാഗ്രഹം നമുക്കുണ്ട്. പക്ഷേ മലയാളത്തിൽ നല്ല സിനിമകൾ വരുമ്പോൾ അതിപ്പോൾ വലിയ ആക്ടേഴ്സാണോ ചെറിയ ആക്ടേഴ്സാണോ പുതിയ ആക്ടേഴ്സാണോ എന്നൊന്നും ആൾക്കാർ നോക്കുന്നില്ല. ആൾക്കാർ അത് നല്ലതാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊരു ഭയങ്കര സൈൻ, നല്ല പോസിറ്റീവ് സൈനാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഓപ്റ്റിമിസ്റ്റിക് ആണോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെയാണ്, പക്ഷേ ഒരു 100% ഒന്നുമല്ല. കാരണം ലൈഫിൽ നമുക്ക് എപ്പോഴും നല്ലതേ വരുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാനും പറ്റില്ല. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നേരെ ഉൾട്ടാ സംഭവിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു 50-50 പോലെയാണ്. ചില സമയങ്ങളിൽ എനിക്കൊക്കെ ഇത് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇതൊരു കൺഫ്യൂഷനാണ്. എല്ലാവരും പറയും പോസിറ്റീവായിട്ട് ചിന്തിക്കണം, എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്ന് പറയും. കുറേ പേര് പറയും അധികം ഒന്നും പ്രതീക്ഷിക്കേണ്ട, അപ്പം പിന്നെ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവില്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷനാവും. ഇത് പോസിറ്റീവായി ചിന്തിക്കണോ അതോ പ്രതീക്ഷിക്കാതിരിക്കണോ? അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ ഒന്നും ചിന്തിക്കുന്നില്ല. ഞാൻ പെസിമിസ്റ്റും അല്ല ഓപ്റ്റിമിസ്റ്റും അല്ല, ഞാനിങ്ങനെ ന്യൂട്രലായിട്ട് നിൽക്കുകയാണ്. എന്ത് വരുന്ന പോലെ വരട്ടെ എന്നുള്ളൊരു. ഈ ചിത്രത്തിൻ്റെ വിജയം ഇപ്പോൾ ദൈവത്തിന് കമ്മീഷൻ കൊടുത്തൊന്നും ഉള്ള പ്രൊമോഷൻ ഇല്ല. അതൊന്നുമില്ല. ദൈവം വിചാരിച്ചാലൊന്നും ഒരു പടം ഓടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പടം നല്ല ഏതെങ്കിലും ഒരു മോശം പടം ചെയ്തിട്ട് ദൈവം ഹിറ്റാക്കൊന്നുകൊണ്ടിരുന്നിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. അതിലും ദൈവത്തിന് നമ്മളെങ്ങനെ പിടിച്ചിടുന്നത്? നല്ല സിനിമ ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഓക്കെ. നമ്മൾ എന്തെങ്കിലും തട്ടിക്കൂട്ടി വെച്ചിട്ട് ദൈവം വിജയിപ്പിക്കുന്ന ദൈവത്തിനൊരു പണിയില്ലേ? ദൈവം വെറുതെ മറ്റേ പടം ഹിറ്റാക്കാൻ നടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയില്ല. നല്ല സിനിമ എനിക്ക് എല്ലാ സിനിമയും അല്ലെങ്കിൽ ഇത് സൂപ്പർ ഹിറ്റ് ആവും എന്നല്ല ഞാൻ പറയുന്നത്. തിയേറ്ററിൽ വന്ന ആൾക്കാർ കാണണം, എന്നിട്ട് അഭിപ്രായം പറയണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നല്ലതാവാം ചീത്തയാവാം, അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. നമ്മളിത് മോശമാണെങ്കിലും നിങ്ങൾ കണ്ട് വിജയിപ്പിക്കുമെന്ന് ഒരിക്കലും പറയില്ല. അറ്റ്ലീസ്റ്റ് ഗിവ് ഇറ്റ് എ ചാൻസ്. തിയേറ്ററിൽ വന്ന് കാണൂ. കാരണം ഇപ്പോൾ OTT എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ആ OTTയിൽ വരുമ്പോൾ കാണാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എല്ലാവർക്കും ഉണ്ടല്ലോ. അതിനെ നമ്മൾ കുറ്റം പറയല്ല. പക്ഷെ സ്റ്റിൽ മൂവി റിലീസാകുമ്പോൾ തിയേറ്ററിൽ വന്ന് കാണൂ, ഒരു ചാൻസ് കൊടുക്കൂ എന്നുള്ളൊരു കാര്യം മാത്രമേ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.